ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മേക്കപ്പ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വെഡ്ഡിങ് സീസണ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രൈഡ് അജ്മിയാണ്. അജ്മിയുടെ സ്കിന്ന് വന്നിട്ട് നല്ല കോംപ്ലിക്കേറ്റഡ് സ്കിന്നാണ്. ഒരുപാട് ഓപ്പൺ പോസും അതുപോലെ പ്രോബ്ലംസും ഉള്ള സ്കിന്നാണ് കേട്ടോ. അപ്പം ഈ സ്കിന്നിലാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ നിക്കാഹാണ്. അപ്പം നമ്മളൊരു നിക്കാഹ് ലുക്കാണ് കേട്ടോ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പം നമ്മളിതേ ഫസ്റ്റ് തന്നെ ഫിക്സ് പ്ലസ് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിക്സ് പ്ലസ് അല്ല, പ്ലസ് പ്രൈം സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പ് ഞാൻ ഫസ്റ്റ് കൺസീൽ ചെയ്തത് ടു ഫേസിൻ്റെ സാൻഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഐ മേക്കപ്പ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ നോട്ടിയുടെ പാലറ്റാണ്. ആളുടെ സാരി വന്നിട്ട് ഒരു പിങ്ക് കളറാണ്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ ഐസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ നമ്മളിത് കളർ ബാറിൻ്റെ കാജൽ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് PACൻ്റെ കാജലാണ് കേട്ടോ. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. നല്ല വർത്തായിട്ടുള്ള ഒരു കാജലാണ്. ഇത് വന്നിട്ട് ഐ പെൻസിലാണ് കേട്ടോ. ഇതിന് റേറ്റ് എനിക്ക് തോന്നുന്നു 500 ബിലോ റേറ്റ് എന്തോ വരുന്നുള്ളൂ. ഓഫറിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ലാഷ് വെച്ച് കൊടുക്കുകയാണ്. ലാഷ് ആസ് യൂഷ്വൽ നമ്മളെ യൂറോ പാരിസിൻ്റെ 54 ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. അങ്ങനെ ഇതേ ലാഷൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ നോട്ടിയിൽ തന്നെ ഗ്ലിറ്റേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഫൈനായിട്ടുള്ള പിഗ്മെൻറ്റ്സാണ് അതിന് വരുന്നത്. അതും നന്നായിട്ട് ഇതിപ്പം കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് സെറ്റിലാവും. അപ്പോഴാണ് അതിന് കുറച്ചുകൂടെ ഒരു ഭംഗി വരിക കേട്ടോ. അങ്ങനെ ഇതേ ഐ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ കണ്ണിൻ്റെ താഴെയൊക്കെ കുറച്ച് പിഗ്മെൻറ്റ്സ് ഒക്കെ വീണിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. നമ്മൾ വെറ്റ് വൈപ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. വെറ്റ് വൈപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റിമൂവറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടൻറ്റ് നമ്മുടെ ഫേസിൽ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും യൂസ് ചെയ്യാത്തത്. അങ്ങനെ നമ്മളിത് മോയ്സ്ചറൈസർ ഇട്ടു. അതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് ടൈം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ സ്കിന്ന് വന്നിട്ട് കുറച്ച് പോസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈമിൽ അതൊന്ന് അബ്സർവ് ആകുന്ന ടൈമിൽ നമുക്ക് ഐബ്രോ ചെയ്യാം. ഐബ്രോ നമ്മൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഐബ്രോ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി നല്ല ഐബ്രോ ഉണ്ട്, തിക്നെസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഹെയർസ് കുറവാണ്. അതൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് ലൈൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ബ്രൈഡിൻ്റെ വർക്ക് വന്നിട്ട് നമുക്കന്ന് 3 വർക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഏർലി മോർണിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2:30 ആ ഒരു ടൈമിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആളുടെ വർക്ക് വന്നിട്ട് അത് നമുക്ക് 3 ബ്രൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പം 3 പേരെയും കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈമിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അപ്പം ആളുടെ സ്കിന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ മേക്കപ്പ് ചെയ്യണത്. നല്ല ടെക്സ്ചേർഡാണ് ആളുടെ സ്കിന്ന് വന്നിട്ട്. പിന്നെ ഐബ്രോസിൻ്റെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈറ്റ് കളർ കൺസീലർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജ്മി വന്നിട്ട് നല്ല ക്യൂട്ട് ബ്രൈഡായിരുന്നു കേട്ടോ. നമ്മുടെ നല്ല നല്ല സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ നേരത്തെ ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ഈദിൻ്റെ ബ്രൈഡ് സാന്ദ്രയുടെ ഫ്രണ്ടാണ് അജ്മി ആയിരുന്നു നമുക്ക് സാന്ദ്രയുടെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സാന്ദ്രയുടെ വർക്ക് കഴിഞ്ഞപ്പോഴായിരുന്നു അജ്മിയുടെ നിക്കാഹ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസിലേക്ക് ഹുദേൻ്റെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബെനഫിറ്റിൻ്റെ പ്രൈമറും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ പോസൊക്കെ ഒന്ന് ബ്ലർ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ കുറച്ച് പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ബ്ലാക്ക് ആയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസീൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഡാർക്കായിട്ടുള്ള ഏരിയയിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ടൈപ്പ് കൺസീലർ വെച്ച് കൺസീൽ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കൺസീലർ വെച്ചിട്ട് നിൽക്കില്ല. ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയസിൽ നമ്മൾ ഓറഞ്ച് കറക്റ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ഇത് കണ്ണിൻ്റെ താഴെയും കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് മെസ്സേജ് അയച്ചിട്ട് കുറച്ചൊരു ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കൺസീലർ ലൈറ്റ് ആണോ അപ്ലൈ ചെയ്യേണ്ടത് ഡാർക്ക് ആണോ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ബ്ലാക്ക് ആയിട്ടുള്ളിടത്തൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഏത് കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്ററല്ല, എല്ലാം മാറിപ്പോകുന്നുണ്ട്. എന്നായിരുന്നു
കൺസീലർ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് കളർ കൺസീലർ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും കവർ ചെയ്യണം എന്ന് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് കളർ, നമ്മുടെ സ്കിൻ ടോണിലും ഡാർക്ക് കളർ യൂസ് ചെയ്തിട്ട് വേണം അത് കവർ ചെയ്യാൻ. ലൈറ്റ് കളർ കൺസീലർ അല്ലേ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരോടാണ് ലൈറ്റ് കളർ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനും ഡാർക്ക് കളർ കവർ ചെയ്യാനുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ബ്യൂട്ടിലീഷ്യസിൻ്റെ ബ്രഷാണ് കേട്ടോ. നല്ലതായിട്ട് സെറ്റായിട്ട് നല്ലതായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ബ്ലെൻഡിങ്ങിന് വരുന്നത്. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബ്രഷാണ് കേട്ടോ. നേരത്തെ ഞാൻ സ്പഞ്ച് വെച്ചിട്ടായിരുന്നു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കൂടുതലും ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. ഇതാകുമ്പോൾ നമുക്കൊരു തിൻ ലെയറേ ഫേസിൽ വരത്തുള്ളൂ. നമുക്ക് എന്താ പറയുക, ഒരു നോ മേക്കപ്പ് ലുക്കൊക്കെ വരത്തില്ലേ, ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇത് നമ്മളത് കഴിഞ്ഞിട്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ സ്കിൻ ഓയിലിയാണ്, അപ്പോൾ നന്നായിട്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറിൽ തന്നെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്രഷ് വെച്ചിട്ട് ഓവറോൾ ഫേസും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആണ്ട് നമ്മൾ ബ്ലഷ് ഇടാണ്. ബ്ലഷ് ആളുടെ ചീക്സൊക്കെ വന്നിട്ട് നല്ല ചബ്ബിയായിട്ടുള്ള ചീക്സൊക്കെയാണ്. നന്നായിട്ട് നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ബ്ലഷ് വന്നിട്ട് കെ ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്. കെ ബ്യൂട്ടിയുടെ പൗഡർ ബ്ലഷാണ്. അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ പൗഡർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഹൂല യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോസിൻ്റെ അവിടെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നോർമലി കോണ്ടോസ് ചെയ്യാറില്ല ബ്രൈഡ്സിന്. അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവർ റിക്വസ്റ്റ് ചെയ്താലാണ് നമ്മൾ ചെയ്യുക. കാരണം നമ്മൾ കോണ്ടോറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഷേപ്പ് മാറും. ഇപ്പോൾ എല്ലാവർക്കും അവരുടെ ആ ഒരു നാച്ചുറൽ ഫീലിൽ ഇരിക്കാനാണല്ലോ ഇഷ്ടം. പണ്ടത്തെ പോലെ ആളെ മാറ്റിയുള്ള മേക്കപ്പിലും എല്ലാവർക്കും ഇഷ്ടം അവരെങ്ങനെയാണോ അതേപോലെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോണ്ടോർ മാക്സിമം ഒഴിവാക്കുന്നത്. കോണ്ടോർ ചെയ്യാത്ത എന്താണെന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈസ് കൊടുക്കാറുണ്ട്. എനിക്ക് വാട്സപ്പിലാണെങ്കിലും നമ്മൾ യൂട്യൂബിലാണെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നതിന് മാക്സിമം കൊടുക്കാറുണ്ട് റിപ്ലൈസ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അഫോർഡബിൾ പ്രോഡക്റ്റ്സ് കാണിക്കുമെന്ന് ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പൊതുവേ വാങ്ങാറില്ല. കാരണം അത് പിന്നെ യൂസ് ഇല്ലല്ലോ. നമ്മൾ ബ്രൈഡ്സിന് തീരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് അടിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനമൊക്കെ കിട്ടുമ്പോൾ വാങ്ങാം കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ വേണ്ട നമ്മൾ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മസ്കാര യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്കാര വന്നിട്ട് നമ്മുടെ മെബലൈൻ്റെ മസ്കാര യൂസ് ചെയ്തത്. പിന്നെ കണ്ണിൻ്റെ താഴെ ഒന്ന് PSൻ്റെ കാജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഹൈലൈറ്റ് ചെയ്യാണ്. ഹൈലൈറ്റർ നമ്മുടെ ഫേവറേറ്റ് PSൻ്റെ ഹൈലൈറ്റർ. PSൻ്റെ ഹൈലൈറ്റർ ഇപ്പം ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. നൈക്കിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ റോ സിൽക്കാണ്, RAW ആണ് കേട്ടോ, റോ സിൽക്ക്. അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. പിന്നെ ഇതേ ഒന്ന് നമ്മുടെ എന്താ പറയുക ലാഷ് ഗ്ലൂ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് PSൻ്റെ കാജിൽ വെച്ചിട്ട്. പിന്നെ നമ്മുടെ സെറ്റിംഗ് സ്പ്രേ PSൻ്റെ മൈക്രോ ഫിനിഷിൻ്റെ സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഹെയർ സ്റ്റൈല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സെൻറ്റർ പാർട്ടീഷനൊക്കെ കൊടുത്ത് ജസ്റ്റ് ഹെയർ രണ്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതും ഇട്ട് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഗുച്ചി കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലൈ ചെയ്ത് ഇപ്പോൾ കൊടുത്തിട്ടില്ല കേട്ടോ. ആളുടെ സ്കിന്ന് വന്നിട്ട് കുറച്ച് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് നമ്മളതൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഒരാളുടെ ഫേസിൻ്റെ ടെക്സ്ചേഴ്സ് ഒന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പോസ് കാര്യങ്ങളൊക്കെ നമുക്കതിനൊക്കെ കുറച്ച് കവർ ചെയ്യാം, കുറച്ച് സെറ്റ് ചെയ്തെടുക്കാം എന്നല്ലാതെ നമുക്കതിനെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നത് കൂടുതലും ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പോസൊക്കെ വിസിബിളായിട്ട് കാണാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആളുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് റിവ്യൂ കൂടെ ഒന്ന് കേൾക്കാം അല്ലേ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാ. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് നല്ല രസമുണ്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഹാപ്പി നിക്ക. താങ്ക് യു. അപ്പോൾ നമുക്ക് അജ്മീയുടെ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.